ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറയെടുക്കുക ചെയ്ത മൂലം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വാക്യമാണ് അത്. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് വായിക്കാനായിട്ട് ഞാൻ വചനഭാഗം എടുത്തപ്പോഴും എനിക്ക് ആ വാക്യം തന്നെ ദൈവാത്മാവിനോട് ഇടപെട്ടത്. നമുക്കത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം 52-ാം വാക്യം ഒന്ന് വായിക്കും. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിക്കുക, 52-ാം വാക്യം. അല്ലെ 40 തുടങ്ങി താഴോട്ട് വായിച്ചോ, കുഴപ്പമില്ല. ഓക്കെ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവിന്റെ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്താ പറയാ, വളർച്ചയുടെ സമയത്തുള്ള ഹല്ലേലൂയ വചനഭാഗമാണ് ഇത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ, നമ്മുടെ കയ്യിൽ നമ്മളൊക്കെ വിചാരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാണ്, നമുക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ വളർത്താം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് അവരെ ഹല്ലേലൂയ അയക്കാം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ മറിയയും യോസഫിനെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവും മാതാവുമായിട്ട് തിരഞ്ഞെടുത്ത ദൈവം ഹല്ലേലൂയ യേശു കുഞ്ഞിനെ വളർത്താനായിട്ട് ഏൽപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഹല്ലേലൂയ മക്കളെ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് തരുന്ന ദാനം. നമ്മൾക്കത് കളഞ്ഞു നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെ? ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ അല്ലെ കൃപാദാനങ്ങൾ നമുക്ക് തരാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ദൈവം തരുന്നത്? ആണോ? അല്ല. കാരണം ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനായിട്ട്. ഇന്നലെ എന്നോട് വിജയപാസ് ആന്റി ഞായറാഴ്ച തിരുവല്ല മീറ്റിംഗ് ചെന്താ വരാം. ഞാൻ പരിശുദ്ധാത്മ എന്നോട് പോകാൻ പറഞ്ഞില്ല, ഞാൻ അതുകൊണ്ട് പോയില്ല. അപ്പൊ ഞാൻ പരിശുദ്ധാത്മ ദൈവം പറയാതെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ദൈവം നമ്മളെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം പറഞ്ഞാൽ മാത്രമേ നമ്മൾ പോയിട്ട് കാര്യം. കാരണം നമ്മൾ പോകുന്നത് നമ്മുടെ ശുശ്രൂഷയ്ക്കായിട്ടല്ല. ദൈവം നമുക്ക് ഏൽപ്പിച്ച വേല തികയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പോകണം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ദൈവം നമുക്ക് തന്ന ദാനമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ നമുക്കൊരു ബോധമുണ്ടാകണം. അതുപോലെ ദൈവം നമുക്ക് തന്നിട്ട് ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. അതിന് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ദൈവം എന്ത് പർപ്പസോടുകൂടി നമ്മുടെ കയ്യിൽ തന്ന് ആ പർപ്പസിലേക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരണം. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്ന യേശു കർത്താവിനെ കുറിച്ച് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു. ഹല്ലേലൂയ. ആത്മാവിന്റെ മേൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആത്മാവിൽ ബലപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തെ ഒരു കുഞ്ഞെങ്ങനെ വളരണമെന്ന് വെച്ചാൽ അവൻ ജ്ഞാനത്തോടും, എന്ത് ജ്ഞാനം? ദൈവിക ജ്ഞാനത്തോട് പരിശുദ്ധാത്മന്റെ ശക്തിയോടുകൂടി വളർന്നു വരണം.
ആമേൻ. നമ്മുടെയൊക്കെ ഉം. ചെറുപ്പകാലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കാലയിൽ ഇത് പറഞ്ഞു തരാനോ നമ്മളെ അതിലൂടെ നടത്താനോ ഒന്നും ആരും കൊണ്ടും ആരും ഇല്ലായിരുന്നിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. ലൂയ. അവിടെ നമ്മൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞുനാളിലാണെങ്കിലും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മുടെ സ്വന്തം മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം നമ്മളിലെല്ലാം ഉണ്ടല്ലേ. ദൈവാത്മാവ് അല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെതായ തന്നേക്കുന്ന എവിടെയോ ഒന്ന് നമ്മുടെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ പല നമ്മൾ വായിക്കേണ്ടത് നിങ്ങളുടെ മനസ്സാക്ഷിയെ കുറ്റം വിധിക്കാത്തത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് തെറ്റ് അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം ചെയ്തിട്ട് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കടന്ന് അതിങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ചെയ്യാൻ മടിക്കും. ചിലപ്പോൾ ഒരു നേരത്തെ ഒരു സന്തോഷമായിരിക്കും, ഒരു നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ചെയ്ത് പറഞ്ഞ് ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എറണാകുളത്തൊക്കെ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോവാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ അതിലൊരു ഒരു കൊച്ചിനൊരു ഹോബി ഉണ്ട്. എന്താ വെച്ചാൽ അവനോട് ഇരിക്കുന്ന സ്പൂണോ ഗ്ലാസ്സോ ഒക്കെ എന്തെങ്കിലും പറക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് റോഡിൽ കൊണ്ടുവന്നിട്ട് കാനയിൽ അത് എറിഞ്ഞുടച്ച് കാനയിൽ കളയുന്ന സ്വഭാവം. അപ്പൊ എന്താ ചെയ്യുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സാധനം ആരെയും കാണാതെ പോക്കറ്റില്ല. ഇത് ചെയ്യുന്ന ഇതൊരു നമ്മളൊരു മോഷണം, ഒരു പൈശാചികമായ ദുരാത്മാവാണ്. നമുക്ക് അന്നത് അറിയത്തില്ല. പക്ഷെ എങ്കിലും നമ്മൾ പറയും ഹല്ലേലൂയ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധമാണ്. അത് കാണാൻ നമ്മുടെ ഉള്ളിൽ ഇത് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ മനസ്സാക്ഷി ഇങ്ങനെ കുറ്റം വിധിക്കുന്ന എനിക്ക് തോന്നും. അപ്പൊ ഞാനൊക്കെ എപ്പോഴും വഴക്കൂര അങ്ങനെ ചെയ്യരുത്. അത് അവരവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം അത് എടുത്ത് കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയരുത്. നശിപ്പിക്കുന്ന എപ്പോഴും പൈസ. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഇതുപോലെ ചില ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ വലിയ കാശുള്ള വീട്ടിലെ പിള്ളേർക്കും ഉണ്ടായി സ്വഭാവമൊക്കെ ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത് അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് കൊണ്ടിതല്ല, പക്ഷെ അതൊരു ഹോബി ആക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഹോബി ആയിട്ടായിരിക്കും പല കാര്യങ്ങളും കുഞ്ഞുങ്ങളൊക്കെ. പക്ഷെ അവരെ അതിൽ നിന്നെല്ലാം കൺട്രോൾ ചെയ്ത് നേരായ വഴി കിടാൻ. എന്താ വെച്ചാൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം ഉണ്ടെങ്കിൽ അത് സംഭവിക്കത്തില്ല. ഇന്ന് എല്ലാ പേരൻസും, ഇന്ന് പാസ്റ്റർമാരൊക്കെ പ്രസംഗം പറയുന്നത് എല്ലാ പേരൻസും കുഞ്ഞുങ്ങളെ ഞായറാഴ്ച ദിവസം ആയിരിക്കും മിക്കവാറും ട്യൂഷൻ, എൻട്രൻസ് കോച്ചിങ്, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവര് സഭയില് ആരാധന പോലും മുടക്കിയിട്ട് അവര് അതിനൊക്കെ പറഞ്ഞു വിടാറുണ്ട്. കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും സ്പോർട്സിനും ജിമ്മിൽ പോകാൻ അതിനും ഇതിനൊക്കെ സമയം കണ്ടെത്തുമ്പോൾ ദൈവസന്നിധി ഇരിക്കാനായിട്ട് സമയം ഉണ്ടാകത്തില്ല കുഞ്ഞുങ്ങൾക്ക്. അവരെ അത് പഠിപ്പിക്കുന്നില്ല. ദൈവവചനം വായിക്കാനും പഠിക്കാനും ഒന്നും അവരെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അതിനെ ഉപദേശിക്കുന്നില്ല. അവർ മറ്റു പലതും ലോക കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൈതൽ വളർന്നത് പൈതൽ വളർന്നു ആത്മാവിൽ ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അത് യേശു ആയതുകൊണ്ടല്ലേ അതുണ്ടായിരുന്നു നമ്മൾ ഏൽപ്പിച്ചു? അല്ല, ഒരു പൈതൽ ദൈവജ്ഞാനത്തിൽ വളർന്നു വന്ന ദൈവജ്ഞാനം എവിടുന്നാ കിട്ടുന്ന അവന്? അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടും. വചനം വായിച്ച് വളരുകയാണെങ്കിൽ ആത്മാവിൽ അവരറിയാതെ ബലപ്പെടും. പക്ഷെ ദൈവകൃപ അപ്പൊ അവരുടെ മേൽ ഉണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ അവർ വളരത്തുള്ളത്. എന്നിട്ട് ഇവിടെ താഴോട്ട് വായിക്കുന്ന അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാൾ യെരൂശലേമിലേക്ക് പോകും. അപ്പൊ അവർക്കും ദൈവഭയമുള്ളവരായിരുന്നു. അവര് ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിക്കുന്നവരായിരുന്നു. അപ്പൊ ആണ്ടുതോറും യെരൂശലേമിലേക്ക് യഹൂദന്മാർ എവിടെയാണെങ്കിലും അവര് പെസഹ പെരുന്നാളിന് വരും. കാരണം അത് അവരുടെ ഒരു കസ്റ്റമാണ്, അല്ലെങ്കിൽ അത് അവിടെ ഭയങ്കര വലിയൊരു ആചാരമാണ് അവിടേക്ക്. അപ്പൊ യേശു കർത്താവിന് 12 വയസ്സായപ്പോഴവിടെ വന്നപ്പോഴാ 12 വയസ്സായ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം യഹൂദന്മാർ കുഞ്ഞുങ്ങളെ അവര് കുഞ്ഞുനാൾ തുടങ്ങിയിട്ട് അവരവരുടെ തോറയൊക്കെ പഠിപ്പിച്ചു തുടങ്ങും. 12 വയസ്സാകുമ്പോൾ അത് പൂർത്തീകരിക്കും. ന്യായപ്രമാണം മുഴുവൻ പഠിപ്പിച്ച് അത് പൂർത്തി. കാരണം അവരുടെ ബേസിക് വിദ്യാഭ്യാസം അവര് പുറത്തുനിന്നല്ല, അവർ ഭവനത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അമ്മയപ്പന്മാരാണ് അവരുടെ ആദ്യത്തെ ഗുരു. അവരങ്ങനെ അത് പഠിപ്പിച്ചു തുടങ്ങും. കുഞ്ഞുനാളിൽ തുടങ്ങിയവരെ പഠിപ്പിച്ച് 12 വയസ്സാകുമ്പോൾ വിദ്യാഭ്യാസം അവർ പൂർത്തിയാക്കും. ആദ്യത്തെ അവരുടെ അപ്പം യേശു കർത്താവിന് അതുപോലെ അമ്മയപ്പന്മാരത് പഠിപ്പിച്ചിരുന്നു.
അതുകൊണ്ട് 12 വയസ്സ്, ആ 12 വയസ്സെടുത്ത് അവിടെ വന്നിട്ട് ഹാലേലിയ അമ്മ യേശു കർത്താവ് ചെയ്തത് സാധാ 12 വയസ്സായ പിള്ളേര് ഒരു ഉത്സവ പറമ്പിൽ ഒരു പെരുന്നാൾ നടക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ ചെയ്യുമായിരിക്കും? യേശു കർത്താവിനെ കാണാനില്ലായിരുന്നു, അവർ പോയി വഴുതൂരം പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാ പറഞ്ഞു. ഹാലേലൂയ ആമേൻ. പഠിച്ച അറിവ് ഹാലേലി ആമേൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടത്. ഹാലേലൂയ ആമേൻ. അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ കാണുമ്പം ഹാലേലിയ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ എന്തിലാണ് എക്സ്പെർട്ട്. ചിലർക്ക് എന്റെ മോൻ വീഡിയോ ഗെയിമിൽ ഭയങ്കര എക്സ്പെർട്ട്, അവന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഇത്ര ലെവലിൽ പോയി അവർ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞ് കാർട്ടൂൺ കാണുന്നതിൽ ഭയങ്കര എക്സ്പെർട്ട്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് മറ്റ് പലതിലും എക്സ്പെർട്ടാന്ന് പറയുന്ന മാതാപിതാക്കൾ വരെ നമുക്ക് ഇന്ന് കാണാം. പലയിടത്തും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അതൊക്കെ പ്രകടിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ ഒരുക്കി ഇന്ന് പലതിനും ഡാൻസിനാണെങ്കിലും പാട്ടിനാണെങ്കിലും പല ആക്ടിവിറ്റീസിന് കൊച്ചുങ്ങളെക്കാട്ടുള്ള അമ്മമാരും അപ്പന്മാരും അതിലൊക്കെ സന്തോഷം കണ്ടെത്തുമ്പോൾ പൊങ്ങച്ചത്തിനായി കൊണ്ട് നടക്കുമ്പോൾ അവരറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവ വചനം അവർ കൊടുക്കുന്നില്ലെങ്കിൽ നാളെ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഇവർ കരയേണ്ടി വരും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് പിന്നെ കണ്ണുനീര് ഓർക്കേണ്ടി വരത്തില്ല. ആ സമയത്ത് ഇന്ന് അതിന് പ്രാർത്ഥനയ്ക്കോ കുഞ്ഞുങ്ങളെ വേദം പുസ്തകം പഠിപ്പിച്ചു കൊടുക്കാനോ ഒന്നിനും സമയമില്ലാതെ ഓടുകയാണെങ്കിൽ എന്താ ചെയ്യാ, നാളെ അവർ ദൈവം അവിടെ അവരെ ഓർത്ത് കരയേണ്ടി വരും. ഇന്ന് പലപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ നൽകിയ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഒരു സംഭവം കോട്ട് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അതിൽ പറഞ്ഞു ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയാം പണ്ടത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തിരുന്ന ഒന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരുന്നൊരു കാര്യമാണ് അമ്മയുടെ പാല്. രണ്ടാമത് കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ മാറോട് ചേർത്ത് കിടത്തി നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ എടുത്ത് ഇങ്ങനെ ദൈവത്തോട് ചേർത്ത് കിടത്തി കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെല്ലാവരും ഇന്നത്തെ ഡയപ്പർ വെച്ചൊന്നല്ല നപ്പിയിട്ട് മൂത്രം ഒഴിച്ചതാണ്. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാ. ഇന്ന് മാതാപിതാക്കന്മാർ രണ്ടുപേരും ജോലിക്കാരൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കൽ പരിപാടി കുപ്പിപ്പാല് ആയോ അല്ലെങ്കിൽ വല്ല ഗ്രാൻഡ് പേരൻസോ മറ്റാരെങ്കിലും ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഇന്ന് ആരും കുഞ്ഞുങ്ങളെ നെഞ്ചത്ത് കിടത്തിയിട്ടല്ല കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ തന്നെ ഒരു വണ്ടിയും കൂടെ വാങ്ങുന്ന കണക്ക് അതിനകത്ത് കിടത്തിയെ കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങൾ ഒരിക്കലും അമ്മയുടെ ചൂട് പറ്റുന്നില്ല. ഒന്ന് പാല് കൊടുക്കുമ്പോഴാണ് അമ്മയുടെ മാർത്ത ചൂടേൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ ചൂടും നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് നമ്മൾ ശരീരം തമ്മിലുള്ള ആ ചൂട് ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾ ആ സ്നേഹവും അമ്മയുടെ ലാളനയും ഊഷ്മളതയും ഒക്കെ തിരിച്ചറിഞ്ഞ് വളരുന്നതും. മൂന്നാമത്തെ കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങൾ അപ്പിയൊക്കെ ഇടുന്ന വെച്ച് ആരും നിസ്സാരമായിട്ട് അതൊക്കെ അമ്മമാര് കൊണ്ടുപോവുകയും കഴുകി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇവർ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ഭയങ്കര ബോണ്ടേജ് ഉണ്ടാകും. പക്ഷെ ഇന്ന് ഇതൊന്നും ഇല്ല കുഞ്ഞുങ്ങൾക്ക്. ഇന്ന് രാവിലെ ഏതെങ്കിലും ഇടയ്ക്കേറെ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് ഇപ്പൊ മുലപ്പാല് കൊടുക്കുന്ന ആൾക്കാർ തന്നെ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫീഡ് കൊടുക്കാനായിട്ട് വെച്ചിട്ടാ പോകുന്നത്. അത് കുപ്പിക്കകത്താക്കി കൊടുക്കുന്ന ഇതൊക്കെ കുഞ്ഞുങ്ങൾ അമ്മമാരുമായിട്ടുള്ള പേരൻസുമായിട്ടുള്ള സ്നേഹത്തെ കുറയ്ക്കും. അത് അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരോട് ഒരു സെന്റിമെന്റ്സും ഉണ്ടാകത്തില്ല, സ്നേഹം ഉണ്ടാകത്തില്ല. ഇന്ന് ചെറിയ കുട്ടികൾ പോലും നമ്മൾ കാണാറുണ്ട്, 1 വയസ്സ് പോലും പ്രായമില്ലാത്തൊരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സ്പീഡായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു നമ്മൾ ആലോചിക്കും. പക്ഷെ അവർക്ക് കൊടുക്കുന്നതും അവർ ഏറ്റവും കൂടുതൽ കാണുന്നതും പണ്ടൊക്കെ അമ്മയൊക്കെ കൊച്ചുങ്ങളെയൊക്കെ എടുത്തിട്ട് കഥയൊക്കെ പറഞ്ഞ് അമ്പിളിമാമനെയൊക്കെ കാണിച്ചു കൊടുത്ത് ഫീഡ് ചെയ്യുമ്പം ഇന്ന് മൊബൈലിൽ ഒരു കാർട്ടൂൺ എടുത്ത് വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നു. ലോകം പോകുന്ന പോക്ക് ചിന്തിക്കാറുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവര് ഇതിൽ നിന്ന് മാറി എന്തൊക്കെയാ അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് പ്ലഷർ കൊടുക്കുന്ന സംഭവങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പോകാൻ കാരണം. എത്ര പേര് പേരൻസ് കൊച്ചുങ്ങളുടെ കൂടെ ഇന്നത്തെ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ചോദിച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ചെയ്യാറുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന രാവിലെ ആണെങ്കിൽ വൈകിട്ട് വരെ നടക്കുന്ന എല്ലാ കഥകളും വന്ന് വീട്ടിൽ പറയും. ഇതൊക്കെ കേട്ട് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉള്ളവരെല്ലാം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല പരിചയമായിരുന്നു.
ഹാലേലിയ. കാരണം വെച്ചാൽ അവിടെ നടക്കുന്ന തമാശകളാണെങ്കിലും ഹാലേലിയ, ആമേ, എന്തെങ്കിലും വഴക്ക് എല്ലാം വീട്ടിൽ നിന്ന് പറയുന്നത് ഹാലേലിയ. കാരണം വെച്ച് കഴിഞ്ഞാല് ആമേ, നമുക്ക് ഹാലേലിയ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കാനായിട്ട് അവർക്കൊക്കെ സമയമുണ്ട്. ഇന്നത്തെ ആൾക്കാർക്കൊന്നും സമയമില്ല. ഇന്ന് പക്ഷെ പറയാൻ പറ്റത്തില്ല, എന്റെ വീട്ടിൽ വന്നിട്ട് വലിയ കാര്യം പറയാം. കാരണം ഇന്ന് ടിവിയുടെ മുമ്പിൽ നിന്ന് അവരാരും എണീക്കാറില്ല. അല്ലെ സീരിയലിന്റെ മുമ്പിലായിരിക്കും സന്ധ്യാസമയം. നമുക്കിന്ന് മനുഷ്യ സംശയം ഇവിടെ തന്നെ ആണെങ്കിലും ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഞാൻ റൂമില് അവിടെ ഹോളില് TV ഒക്കെ വെച്ച് അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ഇന്ന് ആശയവിനിമയം നടക്കുന്നില്ല. മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും തമ്മിൽ ആശയവിനിമയം നടന്നില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ളത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് പങ്കുവെക്കാനുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് ഇന്നൊരു വിഷയങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് പേരൻസിന് അറിയത്തില്ല, പക്ഷെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിന് അറിയായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നുണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും നമ്മളായിരിക്കണം. അവർ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു സംഗതി മറച്ചു വെക്കാനായിട്ട് ഇടയാകാത്ത രീതിയിൽ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവർക്കൊരു വിഷമം വന്ന് അവർ ആരോട് ഷെയർ ചെയ്യുന്ന പേരൻസിന് കേൾക്കാൻ സമയമില്ലെന്നേ. ഇവിടാണ് യേശു കർത്താവിനെ കാണാഞ്ഞപ്പോൾ ഹാലയിൽ അമ്മയപ്പന്മാർ അവർ പകുതി ചെന്നപ്പോഴാണ് അന്വേഷിച്ചത്. അപ്പൊ അവർ തിരിച്ചൊന്നപ്പോൾ കർത്താവ് ഇരിക്കുന്നത് എവിടെയാണെന്ന് അവർ കണ്ടത്. ആമെ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നൊന്നോ ഹാലയില, ആമെ മറ്റ് ഒന്നിലും മുഴുകിയിരിക്കുന്നല്ല, വേദശാസ്ത്രികളുമായിട്ട് ഹാലയിലിയ എന്താ അവിടെ തർക്കിച്ചും വാദിച്ചെന്തത് എന്തിനാ ദൈവവചനത്തെ കുറിച്ച് ഞാൻ ലഭിച്ച പാണ്ഡിത്യം ഹാലയില അതിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നത് കണ്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാലയിലേറ്റ സമയം എവിടെയാ സ്പെൻഡ് ചെയ്യുന്നു? ഹാലയിൽ അവർക്ക് ഒരല്പം സമയം കിട്ടിയാൽ അവർ എന്താ ചെയ്യുന്നത് നമ്മൾ നോക്കണം. അവരെ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവം, പക്ഷെ അതൊന്നും അവരുടെ പലർക്കും പല പേരൻസിനും അറിയാത്ത കാര്യങ്ങൾ ഹാലയിലിയ. കുട്ടികളെ എങ്ങനെ ചിലര് ഭയങ്കര ശാസിച്ചും ശിക്ഷിച്ചും ദണ്ണിപ്പിച്ചു എന്ന് പറയുന്ന കണക്ക് അവരെ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞു കുറവും പറഞ്ഞു ഹാലയിൽ അവര് വഴക്കും പറഞ്ഞ് മറ്റുള്ളവർ മുമ്പിൽ പരിഹസിച്ച് എല്ലാരും കാണുമ്പോൾ ഇവനെ ഒന്നിനും കൊള്ളാത്തവനാന്ന് പറഞ്ഞ് അവന് ഉള്ള ഗുണങ്ങളും കൂടെ ഇല്ലാതെയാക്കി കളയും. ഹല്ലേലൂയ. നമുക്ക് ശിക്ഷിക്കാൻ ദൈവം അധികാരം തന്നിട്ട്, പക്ഷെ ശിക്ഷിക്കാൻ മാത്രമല്ല അധികാരം തന്നേക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യേശു കർത്താവ് അവർ ചോദിക്കുന്നത് ഹാലലിയ നീ എന്താ ഇങ്ങനെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഹാലലിയ. അവിടെ അല്ലെ ഫാൻ്റെ മുമ്പ് ഇരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഭാഗത്ത് നമ്മളൊന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തെ പേജ് പറഞ്ഞു വേറെ എല്ലാം പോകും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അവരെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ അന്വേഷിച്ച് കാണാനിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവർ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവർ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ് യേശു കർത്താവ് ഇരുന്നത്. ഹാലയിൽ അവിടെ സാധനങ്ങൾ വിൽക്കുന്നിടത്ത് ഇരുന്നെന്നോ ഹാലയിലെ കളിക്കൂട്ടുകാർ കളിക്കുന്നിടത്ത് ഇരുന്നെന്നോ ഹാലയിലെ ഒന്നും അല്ല എഴുതിയേക്കുന്നത്. ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിൽ ഇരുന്ന് ഹാലയിൽ എന്താ ഉപദേഷ്ടാക്കന്മാരുടെ അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ട. അപ്പൊ അവർ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും എന്തായിരിക്കും ചോദിച്ചു? ചിലപ്പം അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉള്ള സംശയമായിരിക്കും, ചിലപ്പോൾ അവർ പറഞ്ഞ ചില തെറ്റുകാര്യങ്ങളായിരിക്കും, എന്താണെങ്കിലും പക്ഷെ കേട്ടതും സമയം സ്പെൻഡ് ചെയ്തതും ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിലാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്പസമയം കിട്ടുമ്പോൾ എവിടെയാണ് അവർക്ക് ഇരിക്കുന്നത്, എവിടെയാണ് അവർ സമയം എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ അത് കണ്ടപ്പോഴത്തേന് മറിയ അവൻ ചോദിക്കുന്നത് ഹല്ലേലൂയ അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിനും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിന്റെ ഉത്തരങ്ങളൊക്കെ കേട്ട് എല്ലാവരും അതിശയിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ആൾക്കാർ അയ്യോ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്നല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് വചനത്തിലേക്കുള്ള അറിവ് കാണുമ്പോൾ അതിശയിക്കണം. ഇന്ന് പലപ്പോഴും പല കുഞ്ഞുങ്ങളുടെ കയ്യിലിരിപ്പ് കാണുമ്പോൾ ആൾക്കാർ അതിശയിക്കുന്നത്. പണ്ട് ഹാലയില ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു ഹാലയില ഹാലയില ഇപ്പോഴും സാറാണെങ്കിൽ ചില പിള്ളേർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചോദിക്കും ചോദ്യമൊക്കെ ചോദിച്ചത് എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കും ഹാലയിൽ. അപ്പം ഹാലയിൽ സാധാരണ നമ്മൾ എന്തിനാടാ പഠിക്കുന്നത് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്കാണല്ലേ ഡിഗ്രിക്കാണല്ലേ ബികോമിനാണെന്ന് ആരും മറുപടി. അപ്പൊ ഒരു ഹാലയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയും
അപ്പൊ സാറിന് അതല്ല ഞാൻ നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ഹാലയിലെ കാരണം ആ ചോദ്യത്തിനകത്ത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ അതിശയിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിപ്പ് എന്ത് കണ്ടിട്ട് അവർ അതിശയിക്കുന്നതെന്നോട് തിരിച്ചറിയാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ആ ഉത്തരങ്ങളിലൊക്കെ അവർ കണ്ട് അവിടെ അതിനുശേഷം മറിയ പറയുന്ന ഒരു നമുക്ക് കണ്ട് അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. ഹാലേലിയ. അവർക്ക് യേശു കർത്താവിനെ കൂടെ കാണാഞ്ഞപ്പോൾ അവർ വ്യസനിച്ചുകൊണ്ട് തിരഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാലേലിയ നമ്മുടെ ചുറ്റുവട്ടല്ല നമ്മുടെ ഹാലേലിയ കൈക്കുള്ളിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ വ്യസനിച്ചുകൊണ്ട് അവരെ തിരയേണ്ട സമയം കാണുന്നുണ്ടോ? അതോ കുഞ്ഞുങ്ങൾ രാവിലെ ഇറങ്ങിപ്പോയാ പോയിട്ട് എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എറണാകുളത്ത് ഞാൻ കണ്ട കാര്യമാണ്. കുഞ്ഞുങ്ങൾ രാത്രി സന്ധ്യയാകുമ്പോൾ ഹാലേലിയ റോഡ് നിറച്ച് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ വെളുപ്പാങ്കത്ത് 2 മണി 2:30 വരെ ഹാലേലിയ അവർ പല അവരുടെ ഇഷ്ടങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ ചുറ്റിത്തിരിയുമ്പോൾ നമ്മുടെ പേരൻസ് അവരെ അന്വേഷിക്കാറുണ്ടോ? ഞാൻ പറയാം, ചിട്ടിയായിട്ട് അന്വേഷിക്കുന്ന ഒരു പേരന്റ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ചുറ്റിത്തിരിയത്തില്ല. അവർക്ക് ഭയമുണ്ടാവും. എന്റെ അമ്മ വിളിക്കും, എന്റെ അപ്പൻ വിളിക്കും. ഇന്നത്തെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരു വീഡിയോ കോൾ വന്നാൽ അറിയാം കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന്. എന്താ അവർ സമയം സ്പെൻഡ്. അപ്പം അവർ അന്വേഷിച്ചുകൊണ്ട് വ്യസനിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ് കാണാൻ വ്യസനിച്ച് അന്വേഷിച്ചു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കണം, എന്താണ് അവർ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അവർ ഇച്ചിരി നേരം ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കണം. ഹല്ലേലൂയ. ഞാൻ എന്റെ മോളെ നമുക്ക് വിളിച്ചൊന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് 1-2 പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാകും. കാരണം ചിലപ്പോൾ ഉറങ്ങി പോകുന്നതായിരിക്കും എന്താണെങ്കിലും. അപ്പൊ തന്നെ എന്ത് വെച്ചാൽ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് ഞാൻ ആ കൊച്ചിനെ വിളിച്ചു ചോദിക്കും, മോളെ എന്തിയേ കാരണം നമുക്ക് അങ്ങനെയല്ലേ നമ്മളൊക്കെ. അത് കിട്ടിയില്ലെങ്കിൽ ആ കുഴപ്പമില്ല, എപ്പോഴും കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നമ്മളെ തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആണോ സിസ്റ്റർ? ആണ്. പേരൻസിന്റെ നോട്ടം നമ്മുടെ മേൽ ഇല്ലാന്ന് തോന്നി അവര് പയ്യെ പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ട് എന്ന്, ദൈവത്തിന്റെ കണ്ണ് എന്തായാലും ഉണ്ട്. അത് നമ്മൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ കൊല്ലത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോ ഒരു സഭയിൽ ഇപ്പൊ അവിടെ കൊച്ചു അവനത് മേബി 10-13 വയസ്സ് പോലും കടത്തിട്ട് ഒരു ആൺ പൈതലാണ്. അവന് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുക, അവന്റെ മേൽ ഇരുട്ട് മൂടി നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം, അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ എന്താ സംഭവം എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം, മോനെ യേശു അപ്പച്ചന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം അത് നമ്മൾ മറ്റൊരു അപ്പനെയും മറയ്ക്കുക, അമ്മയെ മറയ്ക്കുക, സഹോദരങ്ങളെ മറയ്ക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യേശുപ്പ അത് കണ്ടോണ്ടിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അവന്റെ മുഖം എല്ലാം വല്ലാണ്ടായി, അവന്റെ ഭയങ്കര സങ്കടമായി. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് മാറ്റി നിർത്തി ഉപദേശിച്ചു. അത് കുട്ടിയുടെ മേൽ രഹസ്യ പാപം അത് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം ആ ശക്തി ഇരുട്ടിന്റെ ശക്തി അവനെ മൂടി നിൽക്കുന്നത് ഞാൻ കണ്ട. കാരണം കുഞ്ഞുങ്ങളെ തെറ്റിലേക്ക് നയിക്കും. അവർക്ക് ചില പേരൻസ് അവരെ തിരിച്ചറിയത്തില്ല. പക്ഷേ അവര് എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ ഒന്ന് മാറി പ്രാർത്ഥിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഇതിനൊന്നും വചനം വായിക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം കിടപ്പുണ്ട്. എന്താ അവൻ തെറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുക, ഇരുട്ട് അവനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് യേശുപ്പൻ അത് കാണുന്നു എന്നുള്ള ബോധ്യം ഉള്ളിലേക്ക് വന്നപ്പോ തന്നെ അവന്റെ ഉള്ളിൽ ഒരു ഭയം കയറി. അതുപോലെ തന്നെയാണ് പേരൻസും അവരെ കാണുന്നു, അവർക്ക് ബോധ്യം വേണം അവരെന്ത് ചെയ്താലും അത് കാണുന്നു. പ്രാർത്ഥിക്കുന്ന പല അമ്മമാരിനകത്ത് ഇരിക്കുന്ന അമ്മമാര് പറയാണ്ട് മക്കളെ കുറിച്ച് അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അവരെന്ത് അപ്പൊ തന്നെ വിളിച്ച് ചോദിക്കുമ്പോ അവര് സത്യം പറയും, അമ്മ ഞാനിത് ചെയ്തു എന്നൊക്കെ പറയും. കാരണം എന്തുകൊണ്ടാ അത് പറയുന്ന കാര്യം വെച്ചാൽ ആ മാതാവ് ദൈവസന്നിധിയിൽ മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെ കരത്തിൽ വഹിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയോട് യാചന ദൈവസന്നിധി അയക്കുമ്പോൾ അവർ തെറ്റിപ്പോവാൻ ദൈവം അനുവദിക്കാത്തതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അവർ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ദൈവത്തിന്റെ ആത്മ നമുക്ക് വെളിപ്പെടുത്തരും. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ അവരുടെ രഹസ്യത്തിൽ നമ്മൾ കാണാത്ത ചിലപ്പം കിലോമീറ്ററുകളോളം അപ്പൊ അത്രത്തോളം അകലത്തായിരിക്കും അവർ. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ യേശു അപ്പം നമ്മളോട് പറയുമെന്ന് മനസ്സിലായി പിന്നെ അവർ ചെയ്യാൻ പേടിക്കും. ഈ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കും. ഇവിടെ എന്നിട്ട് യേശു കർത്താവ് പറയുന്ന അവനവരോട്, എന്നെ തിരഞ്ഞ എന്തിന്? എന്റെ പിതാവിനുള്ള ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു.
അപ്പൊ യേശപ്പം പറയുന്ന കാര്യമുണ്ടേ, എന്നെ തെരഞ്ഞ എന്തിനാ പിതാവിന്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഞാൻ ജീവിക്കണ്ടേ, ദൈവം പറയുന്നിടത്തല്ലേ ഞാൻ ഇരിക്കേണ്ടത്. അത് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ എന്നെ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത്, ദൈവേഷ്ടം ചെയ്യാനല്ലേ ഞാൻ ഭൂമിയിലെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിൽ അവിടെ പറഞ്ഞു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്, നമ്മളെ ഉൾപ്പെടുത്തി ഇഷ്ടം ദൈവേഷ്ടം ചെയ്യാൻ വേണ്ടി നമ്മളെ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നിടത്താണ് നമ്മൾ ഇരിക്കേണ്ടുന്നത്. ആ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കണക്ക് എന്താണ്? പരിഹാസത്തിൽ ഇരിപ്പിടത്തിൽ പോയിരിക്കാനല്ല, പാപികളുടെ വഴി നിൽക്കാനല്ല നമ്മളെ അയച്ചേക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മൾ എവിടെ ഇരുത്താൻ ആഗ്രഹിക്കുന്നു അവിടെ ഇരിക്കാനാണ് നമ്മളെ അയച്ചേക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എവിടെ തക്കൊണ്ട് നടക്കാൻ ആഗ്രഹം അതിന് അവിടെ ഇരുത്തിക്കെന്ന് പറയും. പക്ഷെ എന്നിട്ട് അടുത്ത വാക്യം നമ്മൾ പറയുന്നു, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഹല്ലേലൂയ. അപ്പനും അമ്മയ്ക്കും കീഴടങ്ങുന്ന കുഞ്ഞുങ്ങൾ പരാജയമല്ല. പലരും വിചാരം അപ്പൻ പറയുന്ന അമ്മ പറയുന്ന അനുസരിക്കുന്ന കൊച്ചുങ്ങൾ, ഹല്ലേലൂയ, അനുസരണ എന്തോ അവർക്ക് കുറവാണെന്ന പേര്. പക്ഷെ അല്ല, ആമേൻ, ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഹല്ലേലൂയ, ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങുന്ന വെച്ചാൽ ദൈവത്തിന് കീഴടങ്ങുന്നത് പോലെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കോപിപ്പിക്കരുത് എന്നുവെച്ചാ നമ്മൾ അവരെ എപ്പോഴും ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശാന്തരായിട്ട് വേണം ഉപദേശിക്കാനായിട്ട്. അല്ലാതെ ചില ആൾക്കാർ കണ്ടല്ലോ, പൊടിയൊക്കെ പുറം എടുത്തിട്ട് തല്ലി ശരിയാക്കി റെഡിയാക്കി ഹാലയിൽ അങ്ങനെയും ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ സൗമ്യതയോടുകൂടി സാവധാനതയോടുകൂടിയൊക്കെ വേണം കുഞ്ഞുങ്ങൾ ഉപദേശിച്ച്. അവരെന്തെങ്കിലും ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കരുത്. കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എന്താണ് ഒരു നല്ല വാക്ക്. ഞാൻ അന്ന് മെസ്സേജ് ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ ചെയ്ത് നല്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എക്സാം എഴുതിയിട്ട് വന്നിട്ട് നമ്മളോട് ഒരു അമ്മ എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല ശരിയായിട്ട് എന്ന് പറയുമ്പോൾ നീ പിന്നെ എന്തുവായിരുന്നു എന്ന് ചോദിക്കുകയല്ല, പോട്ടെ സാരമില്ല, നെക്സ്റ്റ് ടൈം നിനക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരൊന്ന് ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു എക്സാം കഴിഞ്ഞ് വരിക 1-2 ക്വസ്റ്റ്യൻ അത് മിസ്സായി പോയി, വഴക്ക് പറഞ്ഞാൽ അതിന്റെ പിന്നെ വരാനുള്ള എക്സാം മൊത്തം കൊളമായിപ്പോകും. അതേസമയത്ത് കഴിഞ്ഞപ്പോൾ സാരമില്ല, അടുത്ത മോക്ക് നന്നായി ചെയ്യാൻ പറ്റും, നമ്മൾ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവർ പിന്നുള്ള എക്സാംസ് ഒക്കെ നന്നായി അവർക്ക് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നമ്മളുടെ പേരൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടുക ഉടനെ ചോദിക്കും, നിന്റെ ഫ്രണ്ട് മറ്റേതിന്റെ കൊച്ചിന്റെ മാർക്ക് എത്രയാ, ഈ കൊച്ചിന് മാർക്ക് എത്ര, ആ കൊച്ചിന് മാർക്ക് എത്ര. എങ്ങാനും കഷ്ടകാലത്ത് ആ കൊച്ചിന് ഇവളെക്കാട്ടി 2 മാർക്ക് കൂടുതൽ കിട്ടും, പിന്നെ നമ്മുടെ കൊച്ചിന് സ്വസ്ഥത ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മാർക്ക് അന്വേഷിക്കാൻ നടക്കുന്നത്? നമ്മൾ എന്തിനാ അവരുമായിട്ട് നമ്മുടെ കുഞ്ഞിനെ കമ്പയർ ചെയ്യാൻ നടക്കുന്നത്? നമ്മുടെ ദൈവം നമ്മുടെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും കഴിവും എത്രയും തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അതിനെ പോളിഷ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ഒരിക്കലും നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യരുത്. ആ കൊച്ചിനെ കണ്ടുപിടി, ഈ കൊച്ചിനെ കണ്ടുപിടി, അവരെ നോക്കി പഠിക്കും, അവരെ നോക്കി ഇവരെ നോക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിയാൽ പഠിക്കുന്നുണ്ട്. പൗലോസ് നിങ്ങൾ എന്റെ അനുകാരികളാകുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നോക്കി പഠിക്കും എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന മാതാപിതാക്കന്മാരായിരിക്കണം നമ്മൾ. അവർക്ക് മാതൃകയായി കൊടുക്കണം നമ്മൾ. യേശു കർത്താവിനെ കുറിച്ച് എഴുതുക, അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പൊ അപ്പനും അമ്മയും പഠിപ്പിച്ചതാണ് പഠിച്ചത്. അവര് ദൈവേഷ്ടം ചെയ്യാനും മുൻതൂക്കം കൊടുത്തു. മറിയം നമുക്കറിയാം, അവൻ മറിയുടെ മുമ്പ് ദൂതൻ വന്നിട്ട് പറയുമ്പോ തന്നെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത്. യോസഫിനോട് ഒരു സ്വപ്നത്തിലൂടെ മാത്രം ദൈവം ഇടപെട്ടപ്പോൾ മറിയെ ചേർത്ത് നിർത്താൻ അവൻ ഉപേക്ഷിക്കാതെ ചേർത്ത് കൊള്ളാനായിട്ട് മനസ്സ് കാണിച്ച യോസഫ്. രണ്ടുപേരും ദൈവേഷ്ടം ചെയ്തവരാണ്. ആ ദൈവേഷ്ടം ചെയ്ത മാതാപിതാക്കന്മാര് മകനെ ദൈവേഷ്ടം ചെയ്യാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താണോ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ആ പുസ്തകം വായിച്ചപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് ചിരി വന്നു. ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ പോയിട്ട് വന്നപ്പോൾ ഒരു പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നു, കൂട്ടുകാരന്റെ പെൻസിൽ കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേന് അപ്പൻ അവനെ വളരെ ശക്തമായിട്ട് അവനെ അടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നീ എന്തിനാ മറ്റു കുട്ടികളുടെ പെൻസിൽ എടുത്ത് ഇനി മേലെ എടുക്കരുത്, നിനക്ക് എത്ര പെൻസിൽ വേണമെങ്കിലും എന്നോട് പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുതരത്തില്ലായിരുന്നു. ഓഫീസിൽ നിന്ന് എങ്ങനെ പുള്ളി പെൻസിൽ കൊണ്ടുവരുന്നത്? അത് അടിച്ചു മാറ്റില്ല തന്നെയല്ലേ? മോഷ്ടിക്കലല്ലേ? പക്ഷെ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യം. പണ്ടൊക്കെ ഞാനും ഒക്കെ ഓഫീസിൽ നിന്ന് പേനയും അതും ഒക്കെ എടുത്ത് ബാഗിലിട്ട് നമ്മൾ കൊണ്ടുവരും. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഞാൻ 2-3 വർഷത്തിന് മുമ്പ് അതുപോലെ ഞാൻ ഓഫീസിൽ ആൻമോള് അമ്മ എനിക്ക് റെഡിങ്ങിന്റെ പെൻ വേണം അമ്മ ഓഫീസിൽ നിന്ന് കൊണ്ടുവരും. ഞാൻ ഓഫീസിൽ നിന്ന് അമ്മ കൊണ്ടുവരത്തില്ല, അമ്മ താഴത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തരാവുന്നത്. കാരണം ഓഫീസിൽ നിന്ന് ഒരു പെൻ എടുത്താൽ ഒരു പെൻസിൽ എടുത്ത് നമ്മൾ ബാഗിലിട്ട ദൈവം അപ്പോൾ നമ്മളോട് പറയും,
തിരിച്ചു വെക്കാൻ പറയും. ഹലെ, കാരണം നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ ഒരു നിസ്സാര കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കും ഹലയിൽ. പക്ഷെ ആ നിസ്സാര കാര്യങ്ങൾ പോലും ദൈവത്തിന് തെറ്റാണെന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ പെന്ന്, പച്ച പെന്ന്, ഇതെല്ലാം എനിക്ക് ഇഷ്ടം പോലെ നീല പെന്നൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ എനിക്ക് പാക്കറ്റ് കണക്കിനെ കൊണ്ടുവന്ന് വെക്കുന്നത്. അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയാൽ തെറ്റാണോ എന്ന് ചോദിക്കും. തെറ്റാണ്, ദൈവത്തിന് തെറ്റാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, അമ്മ താഴ്ന്നു. അപ്പൊ താഴത്ത് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ഞാനത് വാങ്ങി അവർക്ക് കൊണ്ടു കൊടുത്തു. ചിലപ്പോൾ 1 ദിറംസിന്റെ കാര്യമായിരുന്നു, 10 രൂപയുടെ ഒരു സംഭവമായിരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. അവിടെ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് കൊച്ചൊരു പെൻസിലെടുത്ത് കൊച്ചിനെ ശിക്ഷിക്കുന്നു. അപ്പൻ എന്താ ചെയ്തു? പണ്ട് സാജു ബ്രദർ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞ കൊച്ചു എക്സാമിന് കോപ്പി അടിച്ച് സേറ് പിടിച്ച് പുറത്താക്കി. അപ്പം പറഞ്ഞു, ഭയങ്കര നാണക്കേടായില്ലേ മോനെ, നീ എന്താ വിശ്വാസികളിൽ നമ്മളല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തത്. അപ്പൊ അമ്മയും അപ്പനോട് കുഞ്ഞിനെ വഴക്കണം. ഞാൻ അപ്പനെയും അമ്മയും കണ്ടാ പഠിച്ചത്. അപ്പൊ അതെന്താ, അമ്മ നേഴ്സാണ്. പാവങ്ങൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന മരുന്നല്ലേ അമ്മയോട് അടിച്ചോണ്ട് വന്നല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. എടുത്തോണ്ട് വീട്ടിൽ എന്ന് വരുമ്പോൾ അവിടുത്തെ മരുന്നും ഗുളിയൊക്കെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവെക്കും. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി. അപ്പൻ അവിടെ ചർച്ചിന്റെ തന്നെ എന്തോ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അവിടുത്തെ പൈസയും സാധനങ്ങളും ഒക്കെ പുള്ളി അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ട്. അപ്പൊ അപ്പനെയും അമ്മയും കണ്ടു പഠിച്ചിട്ട് ഞാനെന്താ തെറ്റ് ചെയ്ത്, നിങ്ങളെ കണ്ടുപിടിച്ച് ഞാനപ്പം കോപ്പി അടിച്ചു. എന്താണ് മക്കൾ ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തും മുമ്പ് നമുക്കത് പറയാൻ യോഗ്യതയുണ്ടോ എന്ന് കൂടെ നോക്കണം. നമ്മളൊക്കെ വലിയ ഞാനങ്ങ് വലിയ ഗ്രേറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് അവരെ ഉപദേശിക്കാനായിട്ട്, അവരെ തിരിച്ച് നമ്മുടെ നേരെ വിരൽ ചൂണ്ടാത്തവരാണോ എന്ന് നമ്മൾ നോക്കിയിട്ടും ചെയ്യാം. കാരണം നമുക്കൊരു ജീവിതത്തിൽ മാതൃക വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന യേശു കർത്താവിനെ കുറിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയെ അവന്റെ മേല അവസാനം പറയുന്ന അവൻ മനുഷ്യർക്കും ദൈവത്തെ ഒരുപോലെ പ്രീതിയുള്ളവരാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ളതിന് ഉത്തരവാദിത്വം നമ്മുടെ മേലെ ഇരിക്കും. നമ്മുടെ കയ്യിലെ ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകാനോ അനേക കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആർക്കും മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് സ്നേഹമില്ല. ഇന്ന് വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാരണം എന്ത് കൊടുക്കുന്നു അതേ നമുക്ക് ലഭിക്കത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവരെ ശ്രദ്ധിക്കേണ്ട സമയം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ജോലി ഉണ്ടാകും, മറ്റു പലതും ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മൾ എത്ര സമയം ഇന്നത്തെ കാലങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം, എത്ര നേരം നമ്മൾ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര സമയം നമ്മൾ മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിനും, മക്കൾക്ക് കൊടുക്കുന്ന സമയം മക്കൾക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരിടത്ത് പോലും ഫോൾട്ട് വരുത്ത കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയാനുള്ളവരാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പോലെ അവർ ജ്ഞാനത്തിൽ, ദൈവജ്ഞാനത്തിൽ, ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ കാര്യമല്ല പറയാം, ദൈവിക ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ദൈവകൃപയിൽ അവർ വളർന്നു റെഡിയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ പലരുടെയും കുഞ്ഞുങ്ങളൊക്കെ വളർന്നു എങ്കിൽ പോലും നമുക്ക് അവരുടെ മേൽ ഒരു കൺട്രോൾ ഉണ്ടാണ്. അവരെ ഉപദേശിക്കേണ്ടത് ഉപദേശിക്കുക. അവരുടെ വാക്തത്വങ്ങൾ ഇന്ന് അനേക വാക്തത്വങ്ങൾ കേട്ട പൈതല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വാക്തത്വങ്ങൾ അവർ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അവരെവിടെയെങ്കിലും ഒരു ശകലം ഡൈവേർട്ട് ആകുന്നുണ്ട്, മോനെ നിന്നെക്കുറിച്ചുള്ള വാക്തത്വം ഇതാണ്, അപ്പൊ അവർ പോകുന്നു ഇവർ പോകുന്നു, അവർ ചെയ്യുന്നു അവർക്കത് ചെയ്യാൻ കാരണം. പക്ഷെ നീക്കത് ചെയ്യാൻ പാടില്ല. നീ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടല്ല, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന, അതുകൊണ്ട് ദൈവത്തിന്റെ വേലയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ എവിടെയെങ്കിലും നമുക്ക് പാകപ്പിഴ പറ്റിയിട്ട്, എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയ ദിവസം ലേറ്റ് പറഞ്ഞിട്ട് ദൈവത്തോട് അതിന്റെ കൃപ ചോദിച്ച് അവരെ ആ ദൈവ പദ്ധതിയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മളെ ദൈവം സഹായിക്കുമാറട്ടെ. വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.